ആയിരിക്കുന്ന അതേ പത്രോസ് പറയുകയാണ്, അവന്റെ ബലമുള്ള കൈക്ക് താണിരിപ്പി, അവൻ കരുതുന്നവരാണ്, അവൻ തക്ക സമയത്ത് ഉയർത്തുന്നവരാണ്, മാനിക്കുന്നവരാണ്. യേശു കർത്താവ് ഇങ്ങനെ ആഹ്വാനം ചെയ്തു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അമ്മ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ ഉപരി, അപ്പൻ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ ഉപരി, ജീവിത പങ്കാളി ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ ഉപരി, തലമുറകൾ, സുഹൃത്തുക്കൾ, ബന്ധങ്ങൾ, ഹല്ലേലൂയ, അതെ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് പകൽ നിന്നെ വിളിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ വചനം പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതമാണ്, ബലമാണ്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ഹല്ലേലൂയ, ഏറ്റവും അടുത്ത തുണയായി. ഹല്ലേലൂയ. നിന്റെ കഷ്ടത കാണുമ്പോൾ അകന്നു പോകുന്നവരാ മനുഷ്യൻ, നിന്റെ കഷ്ടത കാണുമ്പോൾ അതേ മാറിപ്പോകുന്നവരാ മനുഷ്യൻ. എന്നാൽ നിന്റെ കഷ്ടത കണ്ട് നിന്റെ അരികിലേക്ക് വന്ന് മാർഗോട് ചേർത്തണയ്ക്കുന്ന ദൈവ സ്നേഹത്തിന്റെ ആഴത്തെ രുചിച്ചറിഞ്ഞ ഭക്തൻ പറയുകയാണ്, ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ കഷ്ടതയ്ക്ക് കഴിയത്തില്ല, പട്ടിണിക്ക് കഴിയത്തില്ല, നഗ്നതയ്ക്ക് കഴിയത്തില്ല, മുറക്കളപ്പിന് കഴിയത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റിക്കളയുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. വചനം പറയുന്നു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ജീസസ്. ഉലകത്തിൽ ഒരു ശക്തിക്കും അമ്മ നിന്നെ തകർക്കുവാൻ കഴിയുന്നില്ല. എല്ലാവർക്കും ദൈവത്തിന് എഴുന്നേൽക്കാം. ആമേൻ. ഇന്ന് പകൽ ആമേൻ ചേർന്ന് ആമേൻ ഈ വേദഭാഗം വായിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ് ജീസസ്. ആമേൻ. താങ്ക് യു ലോർഡ് ജീസസ്. 85-ാം സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും ദൈവത്തിന് എഴുന്നേൽക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. 85-ാം സങ്കീർത്തനം ആമേൻ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ആമേൻ വാക്യമായിട്ട് 10-11 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. യഹോവേ, നിന്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു, യാക്കോബിന്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു. നിന്റെ ജനത്തിന്റെ അകത്ത് നീ ബോധിച്ച് അവരുടെ പാപമൊക്കെ നീ മൂടിക്കളഞ്ഞു. നിന്റെ ക്രോധം മുഴുവൻ നീ അടക്കിക്കളഞ്ഞു. നിന്റെ തിരിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷയുടെ